ഓ മൈ ഗോഡിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ഓൺലൈൻ പ്രോഡക്റ്റ് ഡെലിവറിയാണ് ഞങ്ങൾ നടത്തുന്നത്. പ്രാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളെയാണ് ഡെലിവറിക്ക് ഞങ്ങളുടെ ആർട്ടിസ്റ്റിനൊപ്പം സ്ഥാപനങ്ങളിലും വീടുകളിലും കൊണ്ടുപോകുന്നത്. കൂടെ ഇരുന്ന് അവിടെ വീടിനകത്ത് കയറി വിളിച്ച് അകത്ത് ഇരുത്തി അവരെ മുമ്പ് വെച്ച് അത് പൊട്ടിച്ച് അവരെ കാണിച്ചിട്ട് അടുത്ത് പൈസ വാങ്ങാവും. പറഞ്ഞ് മനസ്സിലായി. അല്ലെങ്കിൽ ഓർഡർ ചെയ്ത നമ്പറിൽ വിളിച്ച് ചോദിക്കും, നമ്മൾ ഡെലിവറി ചെയ്ത കസ്റ്റമർക്ക് ഒരു ഓക്കെ ആണെന്ന് ചോദിക്കും. പിന്നെ നമ്മളെ കുറിച്ച് മോശമൊന്നും പറയില്ല. കാരണം അത് കറക്റ്റ് ഇങ്ങനെ കയറി അവർക്കത് കറക്റ്റ് ആണോ ഇത് ശരിയല്ല, അവർ ബുക്ക് ചെയ്ത പ്രോഡക്റ്റ് ഇന്ന് നോക്കണം. അത് കൺഫേം ചെയ്തില്ലേ അവർക്ക് താല്പര്യം നമുക്ക് റിട്ടേൺ എടുക്കാം. മനസ്സിലായി? അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നല്ലോണം കാണിച്ചിട്ട് വരാവും. ഓക്കെ, പൈസ വാങ്ങിച്ച് എല്ലാം പോയി. അപ്പോൾ ഞാനേ എനിക്ക് ഇവിടെ നിന്ന് മുകളിലോട്ട് കയറിയിട്ടേ 2 വീടുണ്ട്. നേരത്തെ വന്നിട്ട് ഞാനൊരു ചെറിയ പേപ്പർ അവിടെ ഒപ്പിട്ട് വാങ്ങിക്കാൻ പറഞ്ഞു. ഞാൻ ഒന്ന് പോയിട്ട് വരാം. കേട്ട് എന്നെ വിളിക്കും. എന്നെ വിളിച്ചാൽ മതി. ഓക്കെ. ഈ വീട്ടിൽ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പ്രാങ്ക് നിമിഷങ്ങൾ എന്താണെന്ന് കാണാം. സ്കൂളിന്റെ മുകളിലൊരു ഡെലിവറി ഉണ്ടായിരുന്നു. പയ്യൻ നമ്മളെ തന്നു വിട്ടു. നമ്മൾ അവിടെ വീട്ടിൽ തന്നെ കട്ട് ചെയ്ത് നോക്കാം. മരുന്ന് ചേട്ടൻ്റെ പേരെന്താ? മനോജ്. കറക്റ്റ് ആണ്. ഞാൻ ഓരോന്ന് ഓർഡർ ചെയ്യുമ്പോഴേ കറക്റ്റ് ടൈമിന് വരും. നമ്പർ മറ്റേ കൂടെ വന്നില്ലേ കക്ഷി, ഇവിടെ ഇരുന്ന് വിളിച്ചോ, കുഴപ്പമില്ല. ക്യാഷ് എങ്ങനെയാണ്? ഗൂഗിൾ പേ അല്ലേ? അപ്പൊ ഒന്ന് കാണിക്കോ? ആണോ? എങ്കിൽ ആ കക്ഷി ഒന്ന് വിളിച്ചാ മതി. ഒന്ന് അകത്ത് വരെ ഒന്ന് വിളിച്ചോ, കുഴപ്പമില്ല. എത്ര നാളായി ഇതില്? ആണോ? അടുത്ത വീട്ടിൽ പോയി കാണാം. ക്യാഷ് ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ക്യാഷ് ഒരു ഫ്രണ്ട് 269 എന്നാണ് കാണിച്ചത്. ഇനിയിപ്പോ ഡെലിവറി ചാർജ് ഉണ്ടോന്ന് അറിയില്ല. പറഞ്ഞു കൊടുത്താൽ സാറാണ്. ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയൂ. 5 മിനിറ്റ് ഇരുന്നോ? ഇന്ന് വായിക്കും, ഞാൻ വിളിക്കാം. അപ്പം ചേട്ടാ ഒന്ന് ഇരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തു. ഞാൻ വേണല്ലോ. അല്ല വേണ്ട. അല്ല ഡെലിവറി ചെയ്യുന്നതിന്റെ പുതിയ ആളാ. ആണല്ലേ? ക്യാഷ് ഒന്ന് വരും വരെ വെയിറ്റ് ചെയ്യും. പിന്നെന്താ? ശരി. ചേട്ടൻ്റെ പേരെന്താ? മനോജ്. ഒന്ന് വെയിറ്റ്. ആണോ? കുറച്ചാളായി. ഞാൻ പഠിക്കാൻ പോയ ടൈമിലായിരുന്നു പണി. കൊള്ളാവോ? ഇഷ്ടപ്പെട്ടു? പെണ്ണ് ഡോറും തുറന്നിട്ട് ആരെ ഫ്രണ്ട് വല്ലതാണോ? എങ്ങനെ ഫേസ്ബുക്ക് വഴിയുള്ള ഫ്രണ്ട്? ഫേസ്ബുക്ക് വഴി. എവിടെ വീട്? എവിടെ? ഇവിടെ അടുത്ത് തന്നെ. പേരെന്ത്? കൊറേ നാളായോ ഫ്രണ്ടായിട്ട്? കൊറേ നാളായി. ബാക്കായിട്ട് വന്ന്. ഓ, ഇതാണ് ജോലി. നല്ല കൂട്ടാ? നിങ്ങളെല്ലാം സംസാരിക്കാറൊക്കെ ഉണ്ടാ? ഈ പ്രായത്തിലുള്ള കൂട്ട എനിക്ക് സന്തോഷമാണ്. കാര്യം നല്ലത് പറഞ്ഞു കൊടുക്കുമല്ലോ. അല്ലാതെ പഠിത്ത സമയത്ത് കുറേ മോശം കൂട്ടുകെട്ടുണ്ടായിരുന്നു. അതുമായിട്ട് സംബന്ധിച്ച് കുറേ പ്രശ്നങ്ങളും ഉണ്ടായി. അങ്ങനെയൊക്കെ ഉള്ള കാര്യം ഈ പ്രായത്തിലുള്ള പിള്ളേർ വീട്ടിൽ കാണുമോ? പഠിക്കാൻ എവിടെയെങ്കിലുമൊക്കെ നിന്ന് പഠിക്കുന്ന പിള്ളേരല്ലേ? അറിയായിരിക്കുമല്ലോ. ഇവള് വല്ലതൊക്കെ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നീ ചിരിക്കുകയൊന്നും വേണ്ട മോളെ, കേട്ടാ? ചിരിക്കുകയൊന്നും വേണ്ട. MBBS ഇവിടെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നതാണ്. നീ നല്ല മാർക്കോട് റാങ്കായിരുന്നു. റാങ്ക് കിട്ടി. MBBS ജോയിൻ ചെയ്ത് അവിടെ നിന്ന് അപ്പം 1 വർഷമായപ്പോൾ അല്ലാതെയൊക്കെ പോകും, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞ് കുറച്ച് പ്രശ്നമൊക്കെ ആണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്ത്? നിന്റെ ഫ്രണ്ടല്ലേ?
അപ്പം ഈ പ്രായത്തിലുള്ള ഒരാൾക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. അതുകൊണ്ട് എൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ 1 വർഷം ആയപ്പോഴത്തേക്ക് ഇങ്ങനെ ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെച്ചെന്തോ 1 വർഷം കൊണ്ട് പഠിത്തമൊക്കെ തീർന്ന MBBSൻ്റെ പഠിത്തം 1 വർഷം കൊണ്ട് കോഴ്സ് തീർന്നെന്ന് വെച്ചാൽ അത്രയ്ക്ക് നന്നായിട്ട് പഠിക്കുമായിരുന്നു, നല്ല മിടുക്കി മോളായിരുന്നു. എന്നിട്ട് ചെന്നപ്പോഴത്തേക്കാണ് അറിയുന്നത് അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ, അവർക്ക് ആവശ്യമില്ലാത്ത കുറേ കൂട്ടുകെട്ടുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ സാധനങ്ങൾ ഉപയോഗിക്കാം. എന്തൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്താ സിറിഞ്ചാ, അതാ പൊടിയാ, സിറിഞ്ചാ, എന്തൊക്കെയേ കുറേ സാധനങ്ങൾ. ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തുന്നതല്ലേ. പറ അല്ലേ? കല്യാണം കഴിച്ചേണോ? മക്കളുണ്ടോ? മോളല്ലേ? അപ്പൊ ആ വിഷമം മനസ്സിലാവൂലേ നമ്മളെ മക്കള് കാണിച്ച ഇല്ലേ? ചിരിക്കുന്ന അപ്പൊ അവളെ സൈഡിൽ നിന്ന് ചിരിക്കുവാണോ? അങ്ങനെയല്ല, അത് എന്ത് പറയാ, MBBS പഠിക്കുന്ന ഒരാളുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആളല്ലല്ലോ. ആണ്, പക്ഷെ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ നമുക്ക് വന്നോണ്ടല്ലേ ഇതിപ്പോ പറയേണ്ടി വന്നത്. അങ്ങനെ ഇവിടെ വന്ന് അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാരെല്ലാന്ന് വെച്ചാൽ അത്രയും നന്നായിട്ട് പഠിക്കുന്ന കൊച്ചല്ലായിരുന്ന. അപ്പൊ എല്ലാരും ചോദിക്കുകയാണ് 1 വർഷം കൊണ്ട് കോഴ്സ് കഴിഞ്ഞ് എത്തിയാന്നാണ് എല്ലാരും ചോദിച്ചത്. എനിക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ ഇനി പുറത്തു ഇറങ്ങണ്ട, ആരുമായിട്ട് ഒരു കമ്പനിയും വേണ്ട, വീട്ടിൽ തന്നെ ഇരുന്നോ. അപ്പൊ ഇത് എനിക്ക് ഫേസ്ബുക്കിലും അങ്ങനെയൊക്കെ വിളിയും സംസാരം. MBBSന് പോയതാണ്. അത് തന്നെ വീട്ടിലിരുന്ന വിദ്യാഭ്യാസത്തിന്റെ കാര്യം അവര് ഇതാക്കി റിജക്ട് ചെയ്ത് വിട്ടത്. ഈ മോശം ഇതായത് കൊണ്ട് അന്ന് 10 പിള്ളേരെയാണ് പുറത്താക്കിയത്. കുറെ തമിഴത്തി പിള്ളേരുണ്ടായിരുന്നു, ഹിന്ദിക്കാരി പിള്ളേരുണ്ടായിരുന്നു. എന്തോന്ന് സമയം കുറെ ഇല്ല, എനിക്കിപ്പോ ഇങ്ങനെ ഒരാളെ അത് ഇല്ല എനിക്ക് ഞാനല്ല പറയട്ടെ. അപ്പൊ എന്തായിരുന്നു വല്ലപ്പോഴേ അവളെ ഒന്ന് ഉപദേശിച്ചൂടെ? ശ്രമിക്കാന്നാ? ഇത്രയും നല്ല കൂട്ടായിട്ട് ചോറെടുക്കട്ടെ? കഴിച്ചായിരുന്നോ? അതെന്തോന്ന് ബോക്സ് എന്തോന്ന് ഇവിടെ ഇല്ലായിരുന്നല്ലേ? ഇനി അടുത്താണ്. ഡെലിവറി ഇതാണോ? കറണ്ട് പോയി. ഇവിടെ കറണ്ട് എപ്പോഴും ഇങ്ങനെ പോകും. ഈ ലൈറ്റുകൾ പിന്നെ കറണ്ട് ഇല്ലെങ്കിലും കത്തിക്കിടക്കും. അമ്മ എപ്പോഴും എല്ലാ ലൈറ്റും ഭാര്യ ഇടും. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ ബോക്സ് എവിടെ നിന്ന് വന്നു? നിന്റെ പേരിലൊക്കെയാണല്ലോ അഡ്രസ്സിൽ ഇത് വരുന്നത്. ഇങ്ങനെയൊന്നും ഇവിടെ സാധനങ്ങൾ വരാറില്ലല്ലേ? ഞാൻ അറിയാതെ എന്തോന്ന് ഓർഡർ ചെയ്ത്? ഒന്നും ഓർഡർ ചെയ്തില്ല. ഇത് നിങ്ങളെ ഇതിൽ വരുന്നതാണോ? ഫ്രണ്ടിൻ്റെ വരുന്നതാണോ? അല്ല, ഇതിനകത്ത് സാധനം ഇല്ലാതെ കൊണ്ടുവന്നാ? ഇവിടെ ഇരുന്നത്. ഇത് എവിടെ ഇരുന്നു? എപ്പോ ഇരുന്നു? അതിന് ഞാൻ പോകുമ്പോഴൊന്നും ഇതില്ലായിരുന്നല്ലോ മോളെ. ഇത് നിന്റെ പേരിലല്ലേ വന്നേക്കുന്ന, നമ്മുടെ വീട്ട് അഡ്രസ്സിലും വന്നേക്കുന്ന സാധനം. ഇത് ചെന്നൈയിൽ നിന്നുള്ള ആണല്ലേ? ഇത് ആര് ഇവിടെ കൊണ്ടുവന്ന് തന്ന്? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു സാധനം ഓർഡർ ചെയ്യരുതെന്ന്? നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ മേടിച്ചു തരത്തില്ലേ? ആര് കൊണ്ടുവന്ന് തന്നു? പറ. അമ്മ ഒന്നും പറയത്തില്ല, പറ. ആര് കൊണ്ടുവന്നു? ചേട്ടൻ. ഫ്രണ്ടാണോ കൊണ്ട് തന്നത്? ഫ്രണ്ട് ചേട്ടന്റെ പേരെന്തോന്ന്? മനോജ്. മനു. എന്നിട്ട് ഇത് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞില്ലേ ഇത് കൊണ്ടുവന്ന് കൊടുത്തില്ലെന്നല്ലേ എൻ്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞ? അല്ല, ഇത് എന്താന്ന് നമുക്ക് അറിഞ്ഞിട്ടുള്ളൂ. അല്ല, ഇതിനകത്ത് സാധനം ഇല്ലാത്ത സാധനം ഇല്ലാത്ത വെറും കവറാണ്. ഇതാ ഈ കവർ മാത്രമേ ഉള്ളൂ. ഇതാണോ കൊണ്ടുവന്ന് കൊടുത്ത? ഇത് എത്ര രൂപയായി? ഇവിടെ എത്ര രൂപ? അല്ല, ക്യാഷ് കൊടുത്തോ? ഇല്ല. പിന്നെ എത്ര രൂപയായി? ഞാൻ തരാം. ഇല്ല ഇരി. അവിടെ എന്തോന്ന് ഒളിച്ചു വയ്ക്കുന്നത്? ഇങ്ങോട്ട് ഇല്ല അവിടെ ഇരി. കക്ഷിയെ വിളിക്കാം. ഇവിടെ ഇരി. ഇങ്ങോട്ട് സാധനം താ. അതെന്തോന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് ഒന്നുമില്ല. ഇപ്പൊ അടി കിട്ടും എൻ്റെ താടി സാധനം. കൊറേ നിന്നെ കാരണം തീ തിന്നതാണ്. സാധനം താടി തരൂല. അടിച്ചാൻ വിട്ടേന്. എന്തോ സാധനങ്ങള് ഈ സാധനമൊക്കെ ഇപ്പൊ ഓർഡർ ചെയ്താ വരുമോ? ഇത് ഫ്രണ്ട് അല്ലേ ഇപ്പൊ കൊണ്ടുവന്ന് കൊടുത്തത്? മനുവിന്റെ മോക്ക് എത്ര വയസ്സായി? മോക്ക് ഇപ്പൊ 7, 6, 14. 2 മക്കളാണോ? അതോ 7ാം ക്ലാസ് പഠിക്കുമ്പോ 6 വയസ്സോടെ കൂട്ടി 13 മോളെ ഇത് ക്ലാസ് നോക്കിയാണോ വയസ്സ് കൂട്ടിയെടുക്കുന്നത്? 14 വയസ്സായ മോളുണ്ട്. ഇതിന് എത്ര വയസ്സായെന്നറിയാവോ?
22 വയസ്സായി. അപ്പൊ അധിക പ്രായ വ്യത്യാസമൊന്നുമില്ല, മോളെ പോലെ തന്നെ. ആ മോക്കാണ് ഇത് കൊണ്ടുവന്ന് കൊടുത്തത്. എനിക്കെങ്ങനെ അറിയാം? ഒരമ്മയുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കിയാണ് ഈ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന്. പൊന്നാളെ ഇത് എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. എന്റെ പൊന്നാളയെന്നല്ലേ എന്നെ ഇപ്പൊ എന്റെ പൊന്നാളയെന്ന്. അല്ല, ഇത് അറിഞ്ഞൂടാത്ത കാര്യം നമ്മൾ അറിയുന്നല്ലേ പറയാവുള്ളൂ. ഓർഡർ ചെയ്ത് കൊണ്ട് കൊടുക്കുന്നു, നമ്മളിവിടെ വന്ന് പൊട്ടിക്കുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ എന്തിനാണെന്ന്. അല്ല, പൊട്ടിച്ച് നോക്കിയിട്ട് കൊണ്ടുവരാക്കൂലല്ലോ. എന്താ സത്യത എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തിനു കൊച്ചെ നീ ഇങ്ങനെ നശിക്കുന്ന? ഇത് എന്തൊക്കെ നിന്റെ റൂമിൽ കണ്ട് ഇങ്ങനെയൊക്കെ നീ ഇത് എത്രാമത്തെ പ്രാവശ്യം ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്? 3 ദിവസങ്ങൾ തുടങ്ങിയിട്ട്, ഈ ഡെലിവറി തുടങ്ങിയിട്ട് 3 ദിവസമേ ആയുള്ളൂ. മൂന്നാമത്തെ ദിവസം ഇവിടെ കൊണ്ടുവരുന്നു. 3 ദിവസമായിട്ട് കൊണ്ടുവരുന്നു. ഞാൻ കൊണ്ടുവന്നിട്ടില്ല. അല്ല, ഡെലിവറി തുടങ്ങി 3 ദിവസം കൊണ്ടുവന്നു. 3 ദിവസം ആയുള്ളൂ ഞാൻ തുടങ്ങിയിട്ട്. ഇന്നാണ് ആദ്യമായിട്ട് വരണത്. അല്ല, എന്തോന്ന് 3 ദിവസം? ഈ ചേർത്ത് 3 ദിവസം ഇത് കൊണ്ടുവന്ന് കൊടുത്താ? ഹലോ, ബിസി എന്നാണ് പറയുന്നത്. മനോജ, ഇത് എന്തോ ഞാൻ 3 ദിവസമായി തുടങ്ങിയിട്ട് ഡെലിവറി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ആദ്യമായിട്ട് ഞാൻ ഇവിടെ വരണം. ഇതാണെന്നുള്ള സത്യം. മനോജ, ഇത് നോക്ക് മനോജ്, ഇതൊക്കെ ഇതെന്ത് സാധനം കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇതെന്ത് സാധനം കണ്ടിട്ട് മനസ്സിലായില്ലേ? മനസ്സിലായില്ല സത്യം. ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാവോ? അവള് ഇൻജെക്ട് ചെയ്യൊക്കെ, അല്ലാതെ എന്തോ മൂക്കിൽ വലിച്ചു കയറ്റൊക്കെ, ഇതൊക്കെയായിരുന്നു അന്നത്തെ വിഷയങ്ങള്. ഓ, അങ്ങനെയാണ് വിദ്യാഭ്യാസം മുടങ്ങിയത്. എന്റെ അവസ്ഥ ആലോചിച്ച് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറ. നിനക്ക് എന്നും ഇത് ആര് കൊണ്ടു തരുന്നത്? മനുഷ്യട്ടനാ? നമ്മളാണ്. ഞാൻ സത്യത്തിൽ പറയണ, ഞാൻ ഇന്നാണ് ഇവിടെ വരണത് തന്നെ. അല്ലാതെ ഇതിനു മുമ്പ് കൊണ്ടു കൊടുത്തു കള്ളം അല്ല. അല്ലാന്ന് പറഞ്ഞ ഇത് പുതിയ കമ്പനിയാണോ? PMC. ഏത് MC ആയാലും ഇത് ആര്? ഹലോ, ഈകളാണ് അവിടെ ഇവിടെ. വേണ്ട, ഞാൻ തുറന്നോളാം. എന്റെ വീട് എനിക്കറിയാം തുറക്കാനായിട്ട്. നിങ്ങൾ സ്ഥിരം ഡെലിവറി എടുത്തുന്ന ആളാണോ ഇവിടെ? ഞാൻ ഇവിടെ അങ്ങനെ വരാറില്ല. ഇവിടെ വരാറില്ല, ഫസ്റ്റ് ടൈം ആണോ? ഞാൻ അങ്ങനെ ഡെലിവറി ഇത് നമ്മളെ കമ്പനി അല്ലല്ലോ ഇത്. പിന്നെ PMC നിങ്ങളെ കമ്പനി അല്ലാതെ നിങ്ങളാരാണ്? അങ്ങനെ മനോജെ, ഇത് കളിവട്ടോ അല്ല മനോജെ. തന്നെ ഇത് മനോജിന്റെ മോളെ പ്രായമില്ലേ മനോജെ? അതിന് പറയുമ്പോ ഞാൻ ഇത് സാധനങ്ങൾ കണ്ട, ഓൺലൈൻ വരുത്തിച്ച സാധനങ്ങൾ കണ്ട, ഈ കവറിൽ വന്നതാണിത്. ഞാൻ ഇവിടെ വന്നപ്പോ ഇത് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അവള് ഞാൻ 3-4 പ്രാവശ്യം കൊണ്ട് അവള് വളർന്ന്. അയ്യോ, അത് എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഞാൻ ഇപ്പൊ ഇത് കോൾ വന്നാണ് ഞാൻ വന്നത്. എന്റെ ഒരാൾ കുറെ ഞാൻ മിസ് കോൾ എന്നാണ് വിചാരിച്ചത്. പേരെന്താ? എന്റെ പേര് രതീഷ് അവിടെ നില്ല്. മനോജ് അതവിടെ നിക്കട്ട്. മനോജ് ഇതിനെ പറ്റി പറ, സമാധാനം പറ. ഞാൻ എന്ത് വേണം? ഇത് എന്ത് സമാധാനം പറയാ? എനിക്കിത് അറിയില്ല. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ഓപ്പൺ ബോക്സ്, ഇതെല്ലാം ഇവക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതാണോ? വേറെ ഇല്ലല്ലോ. എന്റെ പൊന്നാച്ചി, എനിക്കറിയില്ല. അത് ശരി, എനിക്കറിയില്ല. നിങ്ങൾ ഓർഡർ നിങ്ങൾ എന്റെ തോളിൽ വെക്കുന്നതാണ് ഈ കാര്യം. എനിക്ക് ഇതിനെ പറ്റി ഒരു സമാധാനം പറ. കൊണ്ടുവന്ന് എന്താണിത്? എനിക്കിത് പറഞ്ഞു എങ്കിലും ഇതെന്താണെന്നാ പറഞ്ഞുകൊണ്ടി അങ്ങോട്ട്. ഇതെന്താന്ന് ഞാൻ പറയണോ? ഒരു തള്ളയെ ഞാൻ പറയണോ? എന്റെ ഫ്രണ്ട് അല്ലേ, പറ. ഞാൻ പോട്ടെ. ഒറ്റ എണ്ണ ഇവിടെ നിന്ന് പോകൂല, ഒറ്റ എണ്ണ പോലും. ഞാൻ ഇവിടെ തൂങ്ങിച്ചാവും, നോക്കിക്കോ. ഇതെന്താണ് സത്യത്തില്? എനിക്കിത് ഒന്നും മനസ്സിലാവണില്ല. അടേ, ഇതിപ്പോ നിങ്ങൾ എന്നെ കൊണ്ടുവന്ന നിങ്ങൾ തന്നെ. എന്തോന്ന് കടകടത്ത്? എന്തോന്ന് തുറക്കത്? എന്താന്ന് ഇവിടെ? എന്താ സംഭവത്തോന്ന്? എത്ര നിന്റെ ഫോൺ ഇവിടെ? ഫോൺ ഇവിടെ ഉണ്ട്. അവളവിടെ മോളവിടെ? അവിടെ ഉണ്ട്. ആരൊക്കെ നിൽക്കുന്ന അവിടെ? ആരാടാ നീ? ഞാൻ ഉദാണ്ട് ഈ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ഞാൻ ഫോൺ വിളിച്ച് ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്തിനു വന്നത്? എനിക്കാ ചേട്ടനാണ് എന്നെ വിളിച്ചത്. ഓ, ആശുപത്രി പോയിട്ട് വന്നപ്പോ ഞാൻ നിന്നെ 100 തവണ വിളിച്ച ഡോക്ടറെ കാണാൻ പറ്റും. നീ എന്ത് വരാത്തത്? ഞാൻ അവിടെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഇറങ്ങാൻ ലേറ്റ്. ഞാൻ ഡെലിവറി ആയിട്ട് വന്നത്. എന്ത് ഡെലിവറി? ഇവിടെ എന്തോ ഇതേടി നിങ്ങൾ ഇത് ഇവിടെ എന്തെന്ന് പറഞ്ഞു കൊണ്ടുവന്നു? ഇവിടെ PMC കമ്പനി എന്നും പറഞ്ഞ് ആണ് എന്നെ ഏൽപ്പിച്ച് വിട്ടത്. ഇതാര് നിങ്ങളെ ഏൽപ്പിച്ചു വിട്ടാര്? നീയാടാ? എനിക്ക് അറിഞ്ഞൂടെ ചേട്ടാ, എനിക്ക് അറിഞ്ഞൂടെ ആളിനെ. നീ നേരമില്ല. നീ ഇത് കൊണ്ടുവന്ന് നീ എങ്ങനെ ഇവിടെ എത്തിയത്? എന്നെ 2 പ്രാവശ്യം മിസ് കോൾ അടിച്ചു നമ്പറിൽ നിന്ന്. ഞാൻ തിരിച്ചു വിളിച്ചവൻ പറഞ്ഞു ഇന്ന വീട് വരെ വാ. ഞാൻ കാര്യം ഒരു കാര്യമുണ്ട് വാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്റെ ഫ്രണ്ട്സ് വിളിച്ച് കളിയാക്കും.
ഞാൻ അങ്ങനെ മേടിച്ച് ഞാൻ ഈ റോട്ടയൊക്കെ പറഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ വന്നേ അന്ന് അറിയപ്പോൾ ഇതാ ഇവിടെ എന്തൊരു മരുന്നെടുത്ത് വെച്ചു ഇപ്പം ഞാൻ ഇത് കൊണ്ടു കൊടുത്തു വിട്ടേ അതെ, ഇതൊക്കെയാണ് അണ്ണാ വന്നത്. ഇതില് ഇപ്പൊ ഈ ആള് കൊണ്ടുവന്ന ഓപ്പൺ ബോക്സ് ആയിരുന്നു ഇത്. ഓപ്പൺ ബോക്സ് ഇത്രയും സാധനം. ഇത് ഓർഡർ ചെയ്ത ആളുടെ അടുത്ത് ചോദിക്കണം. ആര് ഓർഡർ എടുത്ത്? ആര് നീ തന്നെ വീണ്ടും തുടങ്ങിയാടി? വീണ്ടും നീ തുടങ്ങിയാ? നീ വീണ്ടും തുടങ്ങിയാ എടുത്ത് വായിച്ചത്? നിന്റെ തോന്നിയാസം കാണിക്കണം. എവനെ കൊണ്ടുവിട്ടത്? ആര് കൊണ്ടുവിട്ടത്? ഞാൻ ഇപ്പൊ റെഡിയാക്കി തരാം. അപ്പൊ സ്ഥിരം ഏർപ്പാടാണല്ലേ അത്? എന്താ സ്ഥിരം ഏർപ്പാട്? നീ ഇത് എവിടെ നിങ്ങൾ കൊണ്ടുവന്നേ? കമ്പനി തന്നു വിട്ടത്. ആ കമ്പനി ഇത് ഓർഡർ ചെയ്ത കമ്പനി എന്നാ? അല്ലാതെ സ്ഥിരം കൊണ്ടുവന്ന് എന്താ ഫ്രണ്ട് ഇടി ഉറച്ച് പറയടി. നിന്റെ ഫ്രണ്ടാ? നിങ്ങൾക്ക് ഇതാ ബിസിനസ്? അണ്ണാ ഇങ്ങനെ കമ്പനി ഇല്ലേ? എങ്ങനെ ഫ്രണ്ട് ആവുന്നും ഏത് തരത്തിൽ ഫ്രണ്ട് ആവുന്നും എത്തരത്തിലൊക്കെ ഫ്രണ്ട് ആകാന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മനസ്സിലായാ? കേട്ടാ? എന്റെ ദൈവമേ, ഇതും ഉണ്ട്, വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു. നീ ഇഞ്ചക്ഷൻ കൂടെ ചെയ്ത് കൊടുത്താടെ? ഞാൻ ഇപ്പൊ കൊണ്ടുവന്നതിൽ ആദ്യമായിട്ടാ പറഞ്ഞത്. എന്റെ പൊന്നെ, നീ ഞാൻ പോട്ടെ, ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല. എനിക്ക് മിസ് കോള് വന്ന് ഞാൻ വന്നത്. നീ എവിടെ ആണെന്ന് എനിക്ക് അറിയണമല്ലോ. അദ്ദേഹം പറയുന്നത് നീയാണ് കൊണ്ടുവന്നതെന്ന് തന്നെ. ഞാൻ എനിക്ക് 2 മിസ് കോൾ എന്റെ ഫോണിൽ. എനിക്ക് 2 ഫോണിൽ വയ്യാതിരിക്കണം. ഞാൻ പോലീസിനെ വിളിക്കാൻ പോകണം. എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ല. സത്യാവസ്ഥയെ പറയാവൂ. ഞാൻ റബ്ബർ തൊട്ടാണ് എനിക്ക് ജോലി. എനിക്കൊന്നും. നിങ്ങൾക്ക് എന്തോ ജോലി എന്ന് പറഞ്ഞാൽ? പ്ലംബറാണ്. നിങ്ങൾ ഈ പ്ലംബിംഗ് പണിയും ഇതിന്റെ കൂടെ ഒന്നും കൊണ്ടു കൊടുക്കും അല്ലേ? ഇല്ല, ഇതിപ്പോ ഇന്നിപ്പോ 3 ദിവസമായിട്ട് ഇവിടെ കൊണ്ടു കൊടുക്കണമെന്ന് അവളല്ലേ പറഞ്ഞു. 3 ദിവസമായിട്ട് തുടങ്ങിയെങ്കിലേ കൊണ്ടുകൊടുക്കാവുള്ളൂ. എന്നെ കണ്ടോണ്ടോ? എന്നെ കണ്ടോണ്ടോ? ഞാൻ പറ്റിട്ടുണ്ട്. എന്നെ കണ്ടോണ്ടോ? ഞാൻ വന്നിട്ടുണ്ടോ ഇന്നുവരെ ഇവിടെ? വന്നിട്ടുണ്ടോ? നിങ്ങൾ എന്നിട്ട് എന്നെ വലിച്ചിരുന്നത്? നമ്മളാണ് ഇല്ലാത്ത കാര്യം ഇല്ലാതെ തന്നെ പറയണം. ഇത് ആണെന്ന് പറഞ്ഞിട്ടല്ല കാര്യം. നേരത്തെ കൊണ്ട് കൊടുത്തിട്ടുണ്ടോ? പ്രാവശ്യം കൊടുത്തു. വീട്ടിൽ നിന്ന് ഇറങ്ങി പോണല്ലോ. ഞാൻ തിരിയാൻ പറ്റും. എന്തിനാണ് എനിക്ക് കഞ്ചാവാ? എന്താ നിങ്ങൾക്ക് പോലീസിനെ കൊണ്ട് നമ്മളെല്ലാരും ഇവിടെ നിന്ന് കൊണ്ടുപോയിപ്പിക്കണം അല്ലേ? ഈ വീട്ടിലല്ലേ ഇത്രയും സാധനം? നിങ്ങളല്ലേ ഇത് ഇത്രയും സാധനം ഇവിടെ കൊണ്ടുവന്നത്? പോലീസ് വരട്ടെ, അവിടെ ന്യായീകരണം കണ്ടെത്താം. എന്ത് ന്യായീകരണം? ഈ സാധനം കണ്ട ന്യായീകരിക്കാനായിട്ട് അവര് നിൽക്കോ? ടിവിയിലൊന്നും കണ്ടിട്ടില്ലേ കൊണ്ടുപോകുന്നത്? ഇങ്ങനെ ഒരു കമ്പനി ഇല്ല. മനുഷ്യേട്ടൻ തന്നെ എനിക്ക് കൊണ്ടുവരണം. ഇങ്ങനൊരു ഡെലിവറി കമ്പനി ഇല്ല. ചാച്ചി എനിക്ക് നാളെ റബ്ബർ ഉണ്ട്. ചാച്ചി പോട്ടെ. നീ റൂമിലോട്ട് കയറി. നിന്റെ അടുത്ത് റൂമിലോട്ട് കയറാനാണ് പറഞ്ഞു. കയറി. നീ കയറി. ഇങ്ങോട്ട് കയറി. നിന്നെ ഇങ്ങോട്ട്. നീ എന്നെ ഇങ്ങനെയൊക്കെ നല്ലത് കമ്പനിയൊക്കെ ആണെന്നൊക്കെ അറിഞ്ഞിട്ട് വേണ്ട ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട്. ഒരു വീട്ടിൽ കയറി വരുമ്പോ കേട്ടിട്ടില്ലേ? ഇത് പുതിയ തുടങ്ങണമെന്നല്ലേ നീ പറഞ്ഞു? ഞാൻ പറഞ്ഞു വീണ്ടും ഇവിടെ നിന്ന് ഓടിയാ 2 ഓടിയാണ്. ഇവര് വലിയ കുടുംബക്കാരുടെ കാര്യം പോലീസ് വരട്ടെ. ഞാൻ പോട്ടെണ്ണ. നീ ഇവിടെ പോണം. ഞാൻ പോട്ടെ. നിങ്ങളല്ലേ ഈ പറഞ്ഞ നിങ്ങൾ ഈ സാധനം കൂടി ഞാൻ പറഞ്ഞ നിങ്ങൾ ഇതിന് പേരൊക്കെ പറഞ്ഞു കൊടുക്കണം. പേര് പറഞ്ഞു കൊടുക്കുക. നീ ആണെങ്കിൽ പോലീസ് വരട്ടെ. നിങ്ങൾ എന്തായാലും പെട്ട് നിങ്ങൾ പെട്ട്. ഞാൻ പോട്ടെണ്ണ. എനിക്ക് നിങ്ങളല്ലേ ഇപ്പൊ ഇത് കൊണ്ട് കൊടുത്തത്? അത് തന്നെ ഇതൊരുമാതിരി മറ്റേ പരിപാടി കാണിക്കരുത്. പോലീസ് വരട്ടെ. ഞാൻ പോട്ടെണ്ണ. എനിക്ക് ഞാൻ സത്യം എന്തെന്നറിയാം. കാരണം സത്യമായിട്ട് ഞാൻ പോട്ടെ. ഞാൻ ഇതേപോലെ മാന്യോട് ജോലി ജീവിക്കണം. നിങ്ങളെ പോലെ ഇതുപോലെ ഒന്നും കൊണ്ടുകൊടുത്ത് ഞാൻ ജീവിക്കണം. അത് ആണെങ്കിൽ അത് ഞാൻ അങ്ങനെ അല്ല. ഞാൻ നീട്ട് എന്തിനാ ബന്ധം? ഞാൻ പറഞ്ഞ കൊണ്ടുകൊടുത്ത് ഞാൻ പോട്ടാ. അങ്ങനെ അന്ന ഒറ്റയ്ക്ക് എന്തായാലും അന്നം പെട്ടു. ഇനിയിപ്പോ ഞാൻ എന്നെ കൂടെ നീന്തി പിടിച്ചു. അവര് വന്ന് കൊണ്ടുപോകും. ഈ പെമ്പിള്ളേർ പറഞ്ഞ അവസാരിയല്ല. അവര് പറഞ്ഞോണ്ട് ശരിയാണെന്നില്ലല്ലോ. ഞാൻ ഒരു കാര്യം അതിരിക്കട്ടെ. നീ ഇപ്പൊ ആ പെണ്ണ് ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് നീ പേര് മാറ്റി പറഞ്ഞത്? ഞാൻ കറക്റ്റ് പേരെന്നാണ് പറഞ്ഞത്. നീ എന്റെ പറഞ്ഞ ശ്രീജിത്ത്, ഇപ്പൊ പിന്നെ പറഞ്ഞ് ശ്രീരാഗന്ന്, പിന്നെ പറഞ്ഞ് എന്തൊരു ഇപ്പൊ പറഞ്ഞ എന്തോന്ന പേര്? എന്റെ പേര് രതീഷ്. ആ കണക്കിന് പറയാനുള്ള കാര്യം എന്തൊരു? ഞാൻ അപ്പൊ നീ അത് പോട്ടെ അതങ്ങനെ നിൽക്കിട്ട് നീ പാലോട്ട് വെച്ച് എന്നെ കണ്ട്
ഈ അണ്ണനെ ഈ പാവട്ടത്തിൽ കണ്ട് ഈ ബാഗ് എന്നെ ഏൽപ്പിക്കുമ്പോഴത്തേക്ക് നീ എന്തെന്ന് വിചാരിച്ചു ഞാൻ വെറും മറ്റേ ഉണ്ടാക്കണം. ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. നീ ഇവിടുന്ന് എങ്ങനെ പോയാലും ഞാൻ വിടൂല. അണ്ണാ ഞാൻ പോട്ടെണ്ണ. അണ്ണൻ പോവാൻ പറ്റട്ടെ. അവിടെ പോലീസ് ആ നായ ഒന്നുകൂടെ ഈ പോലീസ് ഭയങ്കര പേടിയാണ്. നീ ഈ സാമാനം കൊണ്ടൊന്ന് ഈ കൊച്ചിന് കൊടുത്തിട്ട് നീ എന്റെ പേര് വലിച്ചടിച്ചിട്ട് ഞാൻ സമൂഹത്തിൽ നിലവിലുള്ള ഒരുത്തനാണ്. ഒരു അണ്ണ കൊടുത്തത് എന്തിനു കൊടുത്തു നീ? ഞാൻ പോട്ടെ. നീ എന്തിനാ എന്നെ കുഴപ്പിക്കാൻ അവരോട് ചെയ്തത്? ഞാൻ നിനക്ക് എങ്ങനെ തോന്നിയിടാത്? എനിക്കൊരു പെങ്കച്ചുള്ള ഒരു കുടുംബത്തിലുള്ള ഒരുത്തനാണ് ഞാൻ. അവർ നാളെ ഈ ഒരു പോലീസ് കേസും കാര്യങ്ങളൊക്കെ എന്റെ സ്ഥിതി എന്തായിരിക്കും? നീ എന്തെന്ന് വിചാരിച്ചു നീ എന്നെ പറ്റി? നീ എന്താണ് നോക്കണം? നീ അണ്ണയില് കൊടുത്തത് പോലീസ് ഞാൻ പോട്ടെ. ഞാൻ എവിടെ പോ? നീ എന്തിനു പോണ്? ഞാൻ പാലോട് ഇല്ല. ആ പാലോട് നീ വരണം. പാലോട് നിന്നെ കൊണ്ടുപോകും ഞാൻ. അല്ലെങ്കിൽ അവര് വന്ന പ്രശ്നം അവിടെ നീ എവിടെ പോണ? നീ അവിടെ എന്റെ പേര് പറയല്ലേ. നീ ഇവിടുന്ന് പോവേയില്ല. പോലീസ് വരെയും ചെയ്യും. നീ പാലോട്ട് നിന്നെ കൊണ്ടുവരും. ഞാൻ ഒന്നിട്ട് കാര്യങ്ങൾ കാണിച്ചു. ഇനി നീ ഓരോരുത്തരെ പറ്റിക്കാൻ നിൽക്കരുത്. ഞാനും പറ്റിച്ചല്ല. അണ്ണൻ ഇവിടെ കൊണ്ട് കൊടുത്ത അണ്ണൻ തന്നെ. അണ്ണന് തന്നാര്? അണ്ണൻ ആര് തന്ന? അതാണ് ഞാൻ ചോദിച്ചാ. നീ അവിടെ ഈ ഭരണ SI ആയിട്ട് നല്ല കമ്പനിയുള്ള ഒരു തന്നെ ഞാൻ. നീ പോലീസിനെ പടിയെന്നോ? എനിക്ക് നീ പോ കാണണ്ട്. ഇല്ല ഞാൻ പറഞ്ഞു. ഞാൻ പാവണ്ടെന്ന് എന്റെ പേരൊന്നും പറഞ്ഞു. പോടാ, ഞാൻ കാണിച്ചു തരാം. നീ ഇവിടുന്നേ നീ പോ. ഞാൻ കാണിച്ചു തരാം. ഞാൻ പഠിച്ചു ചെയ്തില്ല. ഞാൻ പറഞ്ഞു കേള. കൗമുദി ടി വി അറിയാവുന്നതല്ലേ? പണിയായി പോലെ പൊന്നനാ. നീ പറഞ്ഞു കൊന്നനാ. എന്നാ കൊന്നനാ. മനുഷ്യൻ ആരായിരുന്നു കൊന്നുപോകൂലേ? എടേ നീ കൊണ്ട് പെടുത്തിട്ട് നീ 3 പേരാടാ. രതീഷ്, ശ്രീത്ത്, ശ്രീരാഗ. എന്തൊക്കെയാണ് പേര്? എന്റെ പൊന്നെ, ജംഗ്ഷന് ഓർമ്മയില്ല ആളിന് എന്തിനാണ് പേരെന്ന്. ഞാൻ എന്റെ പേരവിടെ വെച്ച് പറഞ്ഞു. തിരിച്ചു ഇവിടെ വന്ന രതീഷ് എന്ന് പറഞ്ഞു. അതിന്റെ കലി അടുത്ത് യഥാർത്ഥത്തിൽ പിന്നെ കുട്ടി പറഞ്ഞു പറഞ്ഞ അസുഖക്കാരിക്ക് വന്ന മരുന്നാണ് ഞാൻ കരുതി. ഇത് കഞ്ച വീട്ടത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാണ്. അതായിരുന്നു അസുഖം പറ്റില്ല. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിന് നൽകുന്ന സമ്മാനം, ഡീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം.